ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം BJPയുടെ അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയാണ്. 2011 അവിടെ 11,901 വോട്ടാണ് BJP സ്ഥാനാർത്ഥി പിടിക്കുന്നത് VV രാജൻ. അത് 2016 ആകുമ്പോൾ 29,070 വർദ്ധിപ്പിക്കുന്നു. ഇരട്ടിയിലധികമായിട്ട് വർദ്ധിപ്പിച്ചു. 2021 32,010 വോട്ടാണ് BJPയുടെ TP ജയേന്ദ്ര മാസ്റ്റർ അവിടെ നിന്ന് പിടിക്കുന്നത്. അതായത് കേവലം 10 വർഷം കൊണ്ട് 11 തൊട്ട് 21 വരെയുള്ള 10 വർഷം കൊണ്ട് അവരുടെ വോട്ട് 300% വർദ്ധിക്കുന്നത്. അത് ഒരു പക്ഷേ അവിടെ ഇപ്പം ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ കുപ്പായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മുക്കം മുഹമ്മദ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പുള്ളി അവിടെ മണ്ഡലത്തിൽ ഇങ്ങനെ കേന്ദ്രീകരിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ NCP കാരനാണ്. NCPക്കകത്ത് ഇവർ പവാറിന്റെ പക്ഷത്ത് തന്നെയാണല്ലോ നിൽക്കുന്നത്. മറ്റൊരപ്പുറത്തോട്ട് പോയെങ്കിലും നമ്മുടെ പ്രഫുൽ പട്ടേലൊക്കെ അപ്പുറത്ത് പോയെങ്കിലും അജിത് പവാറൊക്കെ പോയെങ്കിലും അപ്പം ഇവരിപ്പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പുറത്ത് നിന്നാലേ LDFൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷേ ഈ മുക്കം മുഹമ്മദൊക്കെ നിന്ന് കഴിഞ്ഞാൽ റിസൾട്ട് എങ്ങനെയാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ അപ്പോൾ കുറച്ചുകൂടെ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഹൈന്ദവ വോട്ടുകൾ അപ്പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് BJP.